കാണാനുള്ള പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്നു വിശ്വാസ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണ ഞാൻ നോക്കിയിടുന്നു രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ ആമോദത്താൽ എല്ലാവരും പ്രാർത്ഥനയോടിരിക്കാൻ മഴയുടെ ദൂരമുണ്ടെങ്കിൽ ദൂരമായി തീരാറുണ്ട് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു വേദഭാഗം വായിക്കുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ളതായ വാക്യം നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 5:1 മുതൽ 10 വരെയുള്ളതാണ്. കൂടാരമായ ഞങ്ങളുടെ ഭവനം കഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യപരമായ ദൈവപ്രധാനമായ ഒരു കെട്ടിടം നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയും. ഈ കൂടാരത്തിൽ നിറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടുള്ള ഉടുപ്പുള്ളവരായിരിക്കുന്നു എന്ന് സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പണം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിരിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് നിൽക്കുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ആചാരമായി തോന്നിയിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു.
കാഴ്ചയാലല്ല വിശ്വാസത്താൽ അല്ലത്രേ ഞങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഒരിക്കലും വായിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ശരീരവുമായിട്ട് ഭവനത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ബലമേൽപ്പിക്കാം. ഓരോ രാജനപ്രഹാരം പ്രാർത്ഥിക്കുന്നത് സന്നിധിയിൽ നമുക്ക് വരുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് അവസരത്തിലും കർത്താവ് ദർശനത്തിൽ കണ്ടുവന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അറിയിക്കാനും ഞങ്ങൾക്ക് വരുന്ന എല്ലാ ആവശ്യങ്ങൾക്കായും ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ ഓർത്തുപോലെ ചെയ്യാം. എൻ്റെ മകളെ കർത്താവ് അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കുവാൻ അവിടത്തേക്ക് പ്രസാദമായി ഓർത്ത് ഇറങ്ങി ശ്രദ്ധിക്കുന്നു. ഇന്ന് കർത്താവെ വ്യക്തമായി നടക്കുവാനിടയാകുന്നു. കാലാവസ്ഥ നിയന്ത്രിക്കുകയും കർത്താവെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനുള്ള ഉപയോഗം പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. കൂടുതലിരിക്കുന്ന ഏർപ്പെടുത്തുകയും സജ്ജീകരിക്കുകയും പ്രാർത്ഥിക്കുന്നു. വിമാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ ആംബുലൻസിലോട്ട് Yeshua.
സ്വർഗനാട്ടിൽ
ദൈവത്തിന്റെ അതിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ പിരിഞ്ഞ് നിത്യതയിൽ പ്രവേശിച്ച പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിലാണ് നാം നോക്കുന്നത്. ദുഃഖത്തിരിക്കുന്ന പ്രിയപിതാവ്, അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എന്നിവരോട് ഒന്നിച്ച് നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ലഭിച്ച കൃപയോട് ഞാൻ യോജിച്ചിരിക്കുന്നു. ദൈവങ്ങൾക്ക് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നൽകി അവരെ ക്ഷണത്തോടെ പരിപാലിച്ചു. അവരുടെ ദുഃഖങ്ങളില്, ഭാരങ്ങളില്, വേദനയില്, സന്തോഷത്തിലൊക്കെ ദൈവത്തിന്റെ കൃപ ലഭിച്ച ഒരു ഭവനമായിട്ട് ഇരിക്കുന്നതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രേമിക്കാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉത്തമയായ ഒരു ഭക്തിയായി സ്ഥലസഭയോടും ഭവനത്തിലും ദേശത്തും ജീവിക്കാൻ പ്രിയമാതാവിന് കൊടുത്ത കൃപയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇഷ്ടപ്പെടാതെ ദൈവസന്നിധിയിൽ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരത്തോടുകൂടെ ആയിരിക്കും. നമുക്ക് ഈ ശരീരം കാണുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് ഇത് പ്രാകൃത ശരീരമെന്നാണ്. പ്രാകൃത ശരീരമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആർക്കും അത് ആവശ്യപ്പെടുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുവാൻ കഴിയാത്തതാണ്. നമുക്കറിയാം പ്രിയ സാറിനെ ദീർഘവർഷങ്ങൾ പരിപാലിച്ച ഒരു മാതാവാണ് ഇപ്പോൾ ഈ പെട്ടിയിൽ കിടക്കുന്നത്. നമുക്കറിയാം അവരുടെ കുഞ്ഞുങ്ങൾ അവരാരും പറയത്തില്ല ഞങ്ങൾക്ക് ഈ അപേക്ഷയെ സംസ്കരിക്കേണ്ട, ഈ ഭവനത്തിൽ തന്നെ വെച്ചുകൊണ്ടാണെന്ന് അവരാരും പറയുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് ഇത് പ്രാകൃത ശരീരമാണ്. കാരണം ഇത് മണ്ണിൽ വിതയ്ക്കപ്പെടണം. മണ്ണിൽ വിതയ്ക്കപ്പെടുമ്പോൾ ഒരു പുതു ശരീരം ഉണ്ടാക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ നാളിൽ ഒരു പുതു ശരീരം ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ് നമുക്ക് ഏവർക്കുമുള്ളത്. ആ പ്രത്യാശയിൽ ആശ്രയിച്ച് ദൈവത്തെ ബോധപ്പെടുത്തുവാൻ നമുക്ക് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്മരിക്കും. ശുശ്രൂഷകൾക്ക് ശേഷം 12:30 മണിയോടുകൂടെ സെമിത്തേരിയിലേക്ക് പോയി അവിടുത്തെ ശുശ്രൂഷ ചെയ്ത് 1 മണിയോടുകൂടെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് അവരുടെ പ്രിയ കുടുംബത്തിന്റെ ആശ്വാസത്തിനായിട്ട് അവരുടെ വേദഭാഗങ്ങളുമായ ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് പറയുന്നു. ബെഥാന്യ യെരൂശലേമിലേക്ക് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ന് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പഴയ ഭക്തന്മാരെ ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്ന് പഴയ നിയമത്തിൽ ഭക്തൻ ചോദിച്ചപ്പോൾ ഇതാ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഗലീലയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിച്ചു പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആ വലിയ പ്രത്യാശ നമ്മെ നയിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കണ്ടുപാടുകൾ വൈകിട്ട് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-13 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ കുടിക്കാതിരിക്കുന്നത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായതാണ്. നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട്
ശോഭയുള്ള ഒരു തീരമുണ്ട്. ആ തുറമുഖത്ത് നാം എത്തുവാനായിട്ട് പോവുകയാണ്. അവിടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും, അമ്മച്ചിയെ കാണുവാൻ കഴിയും. അവിടെ പ്രത്യാശയുള്ള ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു ശീലപ്പാട്ടുകൾ പാടി പ്രാർത്ഥിച്ച് ഈ ഭൗതിക ശരീരം സ്വഭാവങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. സ്വർഗ
സാമ്യം ഇന്നലെ ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവര് പ്രിയമച്ചിയുടെ അതിനുശേഷം തീറ്റികളിൽ ഇരിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് എല്ലാവരും തുറന്നു വന്നിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ നമുക്ക് ഒരു പാട്ട് പാടി ശുശ്രൂഷയുടെ ആരംഭിക്കും. ഈ ദേഹം കെട്ടുപോകിലും ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാരണത്തിൽ ഒത്തു
ദൈവത്തിന്റെ അതിപരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ തുടർന്നു പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ദൈവത്തിന് സ്തോത്രം. ഈ വലിയ പ്രത്യാശയിലേക്ക് ഞൊടി നേരത്തേക്കുള്ള 82 വർഷത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഞൊടി നേരത്തേക്ക് മാത്രമുള്ള ഒരു കാലയളവാണ്. ആ ഞൊടി നേരത്തേക്കുള്ള കാലയളവ് കഷ്ടത നിറഞ്ഞതാണ് ദൈവം ഓർപ്പിക്കുന്നത്. മോശയ്ക്ക് പറഞ്ഞു, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായിരുന്നാൽ അത് 80 സംവത്സരം. അതിന്റെ പ്രതാപം കഷ്ടവും സങ്കടവും അത്രേ. ഇന്ന് താൻ അതെല്ലാം വിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ 3:1 നാം ഇങ്ങനെ വായിക്കുന്നു, കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കും. എന്തിനാണ് ദൈവം ഈ സ്നേഹം നമുക്ക് തന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആ വാക്യത്തിന്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനോട് സദൃശന്മാരായി തീരും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനോട് സദൃശന്മാരായി തീരുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തന്റെ മക്കളാക്കി തീർത്തത് എന്നുള്ളത് ഈ സമയത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം കഴിഞ്ഞ് പ്രിയമാതാവ് നിത്യയുടെ തീരത്ത് പ്രവേശിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 കൊരിന്ത്യർ 5:1 നാം വായിക്കുന്നു, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയും. ഇത് കൂടാരമായ ഭൗമഭവനമാണ്. ദൈവങ്ങളെ, ഈ പ്രത്യാശയുടെ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു ഭവനമുണ്ട്. അത് കൈപ്പണിയല്ലാത്ത ഭവനമാണ്. മനുഷ്യന്റെ കൈ തൊട്ടിട്ടില്ലാത്ത ഒരു ഭവനം. മനുഷ്യന്റെ കൈ തൊട്ടിട്ടുള്ളതൊക്കെ അത് ദ്രവിച്ചു പോകുന്നതാണ് നമുക്കറിയാം. എത്ര നന്നായി പണിതാലും അതിന് ദ്രവത്വമുണ്ട്. എന്നാൽ ദ്രവത്വമില്ലാത്ത നിത്യനായ ദൈവത്തിന്റെ കൈകൊണ്ട് പണിയുന്ന ആ ഭവനം അത് ദ്രവത്വമില്ലാത്തതാണ് നാം വായിക്കുന്നത്. കൈപ്പണിയല്ലാത്ത നിത്യഭവനം. 2, അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റാർക്കും അത് അവകാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ഒരു അമ്മച്ചിക്ക് മാത്രം ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന ആ ഭവനത്തിനായി
കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല അത് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഈ ഭവനം അത് സ്വർഗത്തിലാണ് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന്റെ നാമം അതിൽ കൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നീണ്ട ഒരു ലിസ്റ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും സമയത്തിന്റെ ചുരുക്കം മുഖാന്തരം വളരെ ലളിതമായിട്ട് കടന്നു വരുന്ന ഒരു ശുശ്രൂഷ നിർവഹിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആദ്യമായിട്ട് 90-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായാലും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിയെ കുഴിയിലേക്ക് മടങ്ങി ചെയ്യുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുകയും എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാഗങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളുടെ നെടുകുറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും എരിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മാതാവിന്റെ യോഗത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകൾക്കായി കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിരവധിയായ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്റെയും ഹൃദയത്തിൽ അത് ധാരാളമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും 1-2 കാര്യങ്ങൾ പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പരിസ്ഥിതി പിതാവ് സമയസാരായ കോട്ടക്കൽ സ്ഥലം സഭയുടെ ആദ്യകാലം മുതലേ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന ഒരാളും ഞങ്ങളെ സമാകാരികൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ദീർഘകാലം എവിടെയുള്ളതായ യുവജനം ഞങ്ങളെ പോലെയുള്ളവർ നമ്മുടെ സമാകാരികൾ യുവജനം പറഞ്ഞു തരുവാൻ അത്യുത്സാഹം കാണിച്ച ഒരു ദൈവദാസന്റെ കാര്യം നമ്മുടെ മാതാവാണ് കഴിഞ്ഞ ചിത്രത്തിന് വിജയിക്കാറുള്ളത്. അത് ഞങ്ങൾക്ക് വളരെ നന്ദിയോടുകൂടിയാണ്. തന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിൽ ഈ മാതാവിന്റെ പങ്ക് വളരെയായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് താമസിച്ചിരുന്നത് ഈ പ്രിയപ്പെട്ട വാത്സല്യ ഭവനം താമസിച്ചടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ മാതാവും ഈ ഭവനമായിട്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് അവിടെ ചുറ്റുപാടുണ്ടായിരുന്ന പദാർത്ഥങ്ങളുണ്ട്. അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അന്യോന്യം പങ്കുവയ്ക്കുകയും ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു അനുഭവം എന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അതും ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയും മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. എന്നെ കാണുവാനും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും സംസാരിക്കുവാനും ഇടയായി. ഇത്രയും പെട്ടെന്ന് താൻ കടന്നു പോകും എന്ന് വിചാരിച്ചില്ല. എങ്കിലും ആ അവസാന സമയത്തിൽ നല്ല സ്നേഹവും സന്തോഷവും കാണുവാനും എടുക്കുവാനും എനിക്ക് ഇടയായിരുന്നു. ആ നിലയിലെ ഒരു അനുസ്മരണം എന്ന നിലയിൽ ആ കാര്യങ്ങൾ ഞാൻ ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ. മരണം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖം തരുന്നതായ, വേദന തരുന്നതായ, എല്ലാത്തിന്റെയും അവസാനമെന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ
വിശുദ്ധ വേദപുസ്തകം പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് 1-2 വാക്യം വായിച്ചിട്ട് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് 16-ാമത്തെ സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഈ വാത്സല്യ മാതാവ് ഞാൻ ആദ്യം ഓർമ്മിച്ചതുപോലെ ഭക്തയായ ഒരു സ്ത്രീ, കുടുംബത്തിലും ദേശത്തിലും ഭക്തിയോടെ ജീവിച്ച ഒരു ധന്യമായ വനിത. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്റെ മരണം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ ഭക്തിയുടെ മരണമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാറിനെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖത്തിൻ്റെതായ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ലേ. യഹോവയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയേറിയ കാര്യമാണ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 3 മണിക്ക് നടന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ മരണത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന് വിലയേറിയതായിരുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. ചെറുപ്രായത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് തനിക്ക് ലഭിച്ചതായ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഭാഗ്യപ്പെടുത്തുന്നുണ്ട്. തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിരുന്നു. താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് ശരീരത്തിൽ വേദനയുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. അവസാന സമയത്ത് തനിക്ക് കാണുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു, കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ വലിയ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ദൈവം കഴിഞ്ഞ ദിവസം തന്റെ അടുക്കിലേക്ക് ചേർത്ത് ദൈവത്തിന് വിലയേറിയ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണെന്ന് വിവരിക്കാനായിട്ട് സമയമില്ലല്ലോ. വേറൊരു വാക്യത്തെ വായിച്ച് മരണത്തെ പറ്റി ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചതായ സങ്കീർത്തനത്തിന്റെ 90-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇവിടെ വായിക്കുന്നു, അത് ഉറക്കം പോലെ എന്ന് വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിന്റെ മാതാവ് കഴിഞ്ഞ അനേക വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം വിശ്രാമത്തിലേക്ക് ഉറങ്ങുവാനായിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഉറങ്ങുവാൻ പോകുന്നത് നമുക്ക് ആരും ദുഃഖമുള്ളതല്ല. എന്നാൽ ഒരു നിത്യമായ ഉറക്കമായിരുന്നു നമുക്ക് മനസ്സിലായതാണ്. എന്നാൽ ഉറക്കം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു ഉണർച്ചയുടെ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം വായിക്കുന്ന പോലെ, നാം വിശ്വസിക്കുന്ന പോലെ കർത്താവ് ഗംഭീരനാഥത്തോട്, പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാരണത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ഈ മാതാവ് നമുക്ക് മുൻപായിട്ട് ഉണരുവാനായിട്ട് പോവുകയാണ്. നിന്റെ കണ്ണവർ പ്രധാനമന്ത്രി നിന്നോട് എഴുന്നേൽക്കുവാനായിട്ട് പോവുകയാണ്. ആ അനുഗ്രഹീതമായ പ്രത്യാശയെ പുതുക്കുന്നതാണ് ഓരോ ഭക്തന്റെയും ഓരോ വിശ്വാസിയെയും ഓരോ ദൈവത്തിന്റെയും ശവസംസ്കാര ശുശ്രൂഷ എന്നുള്ളത് നാം ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ ഓടി നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്നതായ ഒരു വിഷയമായിരിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകളെ കൂടി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തിന്റെ മാതാവിന്റെ ശുശ്രൂഷയിൽ നാം പങ്കുകൊള്ളുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. നാം ഓരോരുത്തരും ജീവിതമായി കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായി തീരുമോ എന്നുള്ളത് നാം മനസ്സിലാക്കി. ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായിട്ട് ചേർന്നിരിക്കുന്നതായ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലയേറിയതായ കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കും. അതുപോലെ തന്നെ അതൊരു ഉറക്കമാണ്, ഒരു ഉണർച്ചയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും കൂടെ ദൈവത്തിന്റെ നാമത്തോട് സ്വർഗ്ഗത്തിൽ വരുമ്പോൾ നാം മരിക്കാൻ ഉണരുവാനായിട്ട് ഇടയാകുമോ എന്നുള്ളത് നമ്മളെ തന്നെ സ്വയം ചോദ്യം ചെയ്യുക. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും വീണ്ടും ഈ മാതാവിനെ കാണാവുന്നതായ വലിയൊരു പ്രത്യാശ കർത്താവ് വരുമ്പോൾ നമുക്ക് ഉണർന്നതായ മാതാവിനോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിത്യകാലമായിട്ട് കാണുന്നതായ ഒരു ഭാഗ്യം. ഈ വാത്സല്യ മാതാവിന്റെ ഉപയോഗത്തോട് വന്നത് ദുഃഖത്തിലിരിക്കുന്നതായ വാത്സല്യന്മാർക്ക്, അതുപോലെ കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ പ്രത്യാശപ്പെട്ട ഹൃദയം നിലയണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലേക്ക് ദൈവമാമേക്കും വാഴ്ത്തപ്പെടുന്നതാണ്. നമുക്കിപ്പോൾ ഒരു പ്രത്യാശയുടെ Kalvari
മിക്കവാറും ആ പ്രിയ ഭവനത്തിൽ കടന്നു പോകുവാനും പ്രിയപ്പെട്ടവരുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ജീവിതത്തിന്റെ വിവിധമായ കാര്യങ്ങളിലും ഒക്കെ പങ്കുകൊള്ളുവാനും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളും ഭാരങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ ഞാനുമായിട്ട് പങ്കുവയ്ക്കുവാനൊക്കെ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം താന് ഒരു മാതാവായി ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. താന് ആ ദൈവമക്കളോടുള്ള ബന്ധത്തില് കർത്താവിന്റെ ദാസന്മാരോടുള്ള ബന്ധത്തില് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്നതായ ഒരു മാതാവായിരുന്നു. ഞാൻ അടുത്ത ഭവനത്തിൽ നിന്നാണ് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ പോലും ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ കുറഞ്ഞ പക്ഷേ ഒരു ചായയെങ്കിലും ഒരു തരുമായിരുന്നു. ഞാൻ പറയും, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളത് ഇതിനു വേണ്ടിയാണ്, ഇപ്പോഴെങ്കിലും താനങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളത് തന്റെ ജീവിതത്തിൽ താൻ ഒരു പതിവായിരുന്നു എന്നുള്ളത് പറയുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലും താന് വളരെ ഉത്സുകയായിരുന്നു. തന്റെ പക്കല് ഉള്ള കാര്യങ്ങൾ ആ നിലയിൽ പങ്കുവയ്ക്കുവാനായിട്ട് മാതാവ് ശ്രദ്ധിച്ചിരുന്നു. താൻ അത് ഉത്സുകയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ലോകത്തിലെ കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ നിന്നൊക്കെ വിടുതൽ ലഭിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആശ്വസിക്കുവാനും ദൈവം നമ്മളെ ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ പ്രിയ മാതാവിനോടുള്ളത് നമുക്കും ചിന്തിക്കുവാനായിട്ടുള്ളത് നമ്മുടെ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ ആരോഗ്യമുള്ള കാലത്ത് യൗവനകാലത്ത് ഒക്കെ വളരെ ആരോഗ്യമുണ്ട്, വളരെ ക്ഷേമമുണ്ട്. നമ്മുടെ കാര്യത്തിൽ നമുക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. എന്നാൽ വാർദ്ധക്യമാകുമ്പോൾ ക്ഷീണമാകുമ്പോൾ മറ്റു പല രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് പ്രയോജനമില്ലാതെ ആയിത്തീരുന്ന അവസ്ഥകളൊക്കെ മനുഷ്യ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ശരീരം അങ്ങനെയുള്ളതാണ്, നമുക്കൊക്കെ അറിയാം. ഇത് നിലനിൽക്കുന്നതല്ല, ഇത് പല നിലയിലുള്ളതായ പ്രശ്നങ്ങൾ നിറഞ്ഞതായ ഒരു ശരീരമാണ് നമ്മുടെ ശരീരം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവത്തിൽ നമുക്ക് ഉള്ളതായ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്നത് പോലെ 3:21 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവൻ 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ ശരീരം വളരെ പ്രശ്നസങ്കീർണമായ ഒരു ശരീരമാണ്. ഇതിലെന്ത് സംഭവിക്കും? ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നത് എന്നുള്ളതിന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു, താനൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു, താൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. തനിക്ക് ഒരു ബഹുദ്ധീകരിക്കപ്പെട്ട ശരീരം താൻ ഇന്ന് പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ശരീരം അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടു. എത്ര വലിയൊരു ഭാഗ്യമാണ്, എത്ര വലിയ പദവിയാണ്. അല്ലെങ്കിൽ ദൈവമായ നമ്മുടെ കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും, ദൈവമക്കളായ ഓരോരുത്തർക്കും കർത്താവ് നൽകും എന്നുള്ളതായ ആ പ്രത്യാശ അതെത്ര വലിയതാണ്, അത് എത്ര മഹത്വമേറിയതാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനായിട്ട് നമ്മുടെ ചിന്തകൾക്ക് അതീതമായ നിലയിലുള്ളതായ ഒരു ശരീരമെന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. ഈ ഭൂമിയിൽ നമുക്ക് അയക്കുമ്പോൾ നമുക്കത്
ജീവിക്കുവാനായിട്ട് ഒരു വിധത്തിലും സാധ്യമല്ല. അങ്ങനെ ഒരു ശരീരം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സഹോദരിയുടെ രോഗങ്ങൾ ആകസ്മികമായിരുന്നെങ്കിൽ സ്ഥിരമായിട്ടും നമുക്ക് ദുഃഖമുളവാക്കിക്കൊണ്ട് നമ്മുടെ മധ്യേ ഒരു വ്യക്തിത്വത്തിന്റെ വിടവ് സൃഷ്ടിച്ചു കൊണ്ടുപോകാൻ ഒരു സഹോദരി നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്നത്. പണ്ട് ഉള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു നാട് ഭരിക്കാം, പക്ഷെ കുടുംബം ഭരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. നാട് ഭരിച്ചിട്ട് പറയുന്നതല്ല അവരുടെ അനുഭവത്തിൽ പറയുന്നതല്ല, എങ്കിലും കുടുംബ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രസ്താവനയാണ്. ഞാൻ ഒരു സഹോദരിയുടെ ഓർമ്മകളൊക്കെയും ആ കുടുംബത്തെ വളരെ നിഷ്ഠയോടുകൂടി പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആ കാഴ്ച ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ സംബന്ധിച്ചാൽ എന്നെക്കാൾ അല്പം കൂടെ പ്രായത്തിൽ മുമ്പോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരേ കാലത്ത് അധ്യാപനത്തിൽ പ്രവേശിക്കുന്നവരാണ്. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. അവരുടെ ജീവിതം വിശദമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. സാറിന് ആ പബ്ലിക്കായിട്ടുള്ള ജീവിതം, പൊതു ജീവിതം എന്ന് വിശേഷിപ്പിക്കട്ടെ, അത് നടന്നത് എൻ്റെ സഹോദരിയുടെ സൂക്ഷ്മബുദ്ധിയോടും കാര്യക്ഷമമായ ഹൗസ് മാനേജ്മെന്റോടും ആയിരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഞാൻ ഓർക്കാറുണ്ട്, സഭകളെയും ഭരിക്കുന്നവര്, രാജ്യം ഭരിക്കുന്നവര് ഒക്കെ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കും. അവരുടെ പ്രതിഫലം വാങ്ങും. എന്നാൽ ആ പ്രതിഫലം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ കുടുംബിനികൾ, വിശ്വാസ ഭവനത്തിൽ നിന്നുള്ള കുടുംബിനികളാണ്, നമ്മുടെ മാതാക്കളാണ് വലിയ കിരീടങ്ങൾ പ്രാപിക്കുന്നതെന്ന് ഞാൻ അനുഭവമായിട്ട് വിശ്വസിക്കുന്നു. ഈ മോഹം നൽകിയിട്ടാണ് സഹോദരി നമ്മോട്ട് പോകുന്നത് എന്നുള്ളത് ഓർക്കാം. കുടുംബത്തിന്റെ പ്രാധാന്യം ഈ സഹോദരിയിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുക. നമ്മളോട് പറയുന്ന ഈ കാര്യങ്ങൾക്ക്, ഈ കൂടിവരവിന്, നമ്മളോട് ആരംഭിക്കുന്ന ഗാനങ്ങൾക്ക്, ഇവിടെ നടത്തി വായന ശുശ്രൂഷയ്ക്ക് ഒക്കെ പ്രസക്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വായന ശുശ്രൂഷയിൽ നാം കണ്ടതുപോലെ ഈ ഭൗതിക ശരീരത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് നമുക്ക് അടുത്തായിട്ട് ചിന്തിക്കാനുള്ള ഈ ഒരു വിഷയം. ഈ സന്ദർഭത്തിൽ യോബിനെ പറ്റി നാം കേട്ടിട്ടുണ്ട്. യോബിനുണ്ടായ അനുഭവങ്ങളാകാം. ആ കഥയല്ലാത്ത കാര്യങ്ങളിൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല. യോബ് തന്റെ വരുന്ന പൊടലിൽ വീഴുന്ന തൊക്കനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അങ്ങനെയല്ല, ഞാൻ എന്റെ കണ്ണ് എന്റെ വീണ്ടെടുപ്പുകാരനെ കാണും, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഈ പ്രത്യാശയോടുകൂടി നമുക്ക് വിഭജിക്കാം. നാം ശുശ്രൂഷകളിൽ പോകുമ്പോഴും ഈ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. ഈ പ്രത്യാശയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ ഉറപ്പുള്ളവരും പെരുമാറ്റവരും
കർത്താവിനോട് പറയുന്നത് വ്യർത്ഥമല്ല അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്ന ഒരു ഓർമ്മയും അങ്ങനെയാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോടൊപ്പം വിശേഷങ്ങളുടെ പ്രിയ സ്നേഹവും സഭയോടൊപ്പം ദുഃഖത്തിൽ ഞാൻ എൻ്റെ കുടുംബവും മുൻപോട്ടും മാത്രമില്ല മൈലപ്പുറം സഭയുടെ ദുഃഖവും അതേസമയം പ്രത്യാശയും ഈ സമയം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.